ഹായ് എല്ലാവർക്കും നമസ്കാരം. GK സിംപ്ലിഫൈഡിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ ചാനലിൽ സബ്ജക്റ്റ് വൈസ് ആയിട്ട് പ്ലേലിസ്റ്റിൽ വീഡിയോസ് വരുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ജനറൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. IB പരീക്ഷയുടെ ഇൻ്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തു. ഇതേപോലെ എങ്ങനെ പത്രം വായിക്കണം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തു. എങ്ങനെ NCERT വായിക്കണം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തു. ഇന്ന് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത് ഇന്ത്യൻ പൊളിറ്റിയാണ്. ഇന്ത്യൻ പൊളിറ്റി. അപ്പോൾ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. അത് ഏത് പരീക്ഷയാകട്ടെ, UPSC മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്ന ഏത് പരീക്ഷയാകട്ടെ, അതിൽ ചോദിക്കുന്ന ചില ഫണ്ടമെൻ്റൽസ് ഉണ്ട്. നമ്മൾ ഭരണഘടനയിലേക്ക് പോകുമ്പോൾ നേരെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ല പഠിക്കേണ്ടത്. നമ്മളതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ വരണം, ബേസിക് കാര്യങ്ങൾ അറിയണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മേജർ പാർട്സ് ആണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, ചില കുട്ടികൾ ചോദിച്ചു PSC പരീക്ഷയുടെ കണ്ടന്റ് ചെയ്യാമോ? ഈ PSC പരീക്ഷയ്ക്ക് സിലബസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിൽ പാർട്സിൽ നിന്നും ഷെഡ്യൂളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് കോമൺ സിലബസ് വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം. പാർട്ട് 1 തുടങ്ങി പാർട്ട് 22 അവസാനിക്കുന്നു. പാർട്ട് 1 തുടങ്ങി പാർട്ട് 22 അവസാനിക്കുന്നു. അതായത് 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. 395 ആർട്ടിക്കിൾസ്. ഈ ആർട്ടിക്കിൾസിനെ നമ്മളൊരു ലൈബ്രറിയിലെ പുസ്തകങ്ങളായിട്ട് കണക്കിലെടുത്തു കഴിഞ്ഞാൽ അതിൽ പല പല റാക്കുകളിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കില്ലേ? ഒന്നുകിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ജേണറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്യില്ലേ? ഇപ്പോൾ ഫിക്ഷൻ എന്നോ നോൺ ഫിക്ഷൻ എന്നോ തമിഴെന്നോ തെലുങ്കെന്നോ മലയാളമെന്നോ നമ്മൾ അറേഞ്ച് ചെയ്യില്ലേ? അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പാർട്സ്. ഈ 395 ആർട്ടിക്കിൾസിനെ 22 പാർട്സ് ആയിട്ടായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. അന്ന് 8 ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു. എന്താണ് ഈ ഷെഡ്യൂളുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഓൾറെഡി ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് വളരെ വലിപ്പമുള്ള ഒരു സാധനമാണ് അല്ലേ? ഒരു ആനയുടെ വലിപ്പമുണ്ട്. കോൺസ്റ്റന്റ് അസംബ്ലിയുടെ ഒഫീഷ്യൽ സിമ്പൽ വരെ ആനയായിരുന്നു എന്നുള്ള ഓർക്കണം. ഇറ്റ് ഈസ് ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. അപ്പോൾ ചില കാര്യങ്ങൾ അതിനകത്ത് ആഴത്തിൽ പറയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ചില പട്ടികകളായിട്ട് പറഞ്ഞിരിക്കുന്നു. അതാണ് ഷെഡ്യൂളുകൾ. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ ഷെഡ്യൂളുകൾ സംബന്ധിച്ചായിരിക്കും. ഓക്കെ, അങ്ങനെ 22 ഭാഗങ്ങളും 8 ഷെഡ്യൂളുകളും. ഇന്ന് അറ്റ് പ്രസന്റ് 2026 നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ 448 ആർട്ടിക്കിളുകളുണ്ട്. കുറെ പോയി, പുതിയത് കുറെ വന്നു. സ്വാഭാവികമായിട്ടും ആർട്ടിക്കിൾ കൂടുമ്പോൾ ബുക്കിൻ്റെ എണ്ണം കൂടുമ്പോൾ റാക്കിൻ്റെ എണ്ണം കൂടും, പാർട്സ് കൂട്ടുന്നു. 22 എന്നുള്ളത് 25 ഭാഗങ്ങളാകുന്നു. 8 ഷെഡ്യൂളുകൾ 12 ഷെഡ്യൂളുകളാകുന്നു. ഇത് പലതവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ നമ്പർ പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ 22 തീരുന്നത്? 23, 24, 25 ഇല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് എങ്ങനെ കണ്ണോടിക്കും മനസ്സിലാകും. 4 കഴിഞ്ഞാൽ 4A, നമുക്കറിയാം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അവിടെ 4A ആണുള്ളത്. ഇതേപോലെ 9A, 9B, 14A, അങ്ങനെ 23, 24, 25 എന്നല്ല, 1 തുടങ്ങി 22 അവസാനിക്കുന്നു. പക്ഷെ ഇൻ ബിറ്റ്വീൻ ചില പുതിയ പാർട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഭരണഘടന തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആർട്ടിക്കിൾ 1, അവസാനത്തെ ആർട്ടിക്കിൾ 395 ആണ്. അല്ലാതെ 400 410 ഇല്ല. ഇതിനകത്താണ് ആർട്ടിക്കിൾസ് ആഡ് ആയിട്ടുള്ളത്. ആർട്ടിക്കിൾ 21A, 31A, B, C, 371A ഒരുപാട് സ്പെഷ്യൽ പ്രൊവിഷൻസ്. അപ്പോൾ മനസ്സിലാക്കുക, 1 395, 1 22 ഇതൊക്കെയാണ് ആർട്ടിക്കിൾസിൻ്റെയും പാർട്സിൻ്റെയും എണ്ണം. അതിനകത്താണ് മാറ്റം വന്നിട്ടുള്ളത്. ഈ പാർട്സ് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ 25 പാർട്സിൽ നമുക്കൊരു 10-12 എണ്ണം സ്ഥിരം നമ്മളോട് പരീക്ഷയ്ക്ക് വയ്ക്കുന്നതാണ്. ഒരു 10-12 എണ്ണം സ്ഥിരം നമ്മളോട് പരീക്ഷ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. ഈ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒന്നുകിൽ ഈ ഒരു പേജ് നിങ്ങൾക്ക് സ്നിപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു A4 ഷീറ്റിൽ ഒരു ടേബിൾ ഉണ്ടാക്കുക. 3 കോളം പാർട്ട്, അതിൻ്റെ കണ്ടന്റ് എന്താണ്, അതിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന പാർട്സ്, ഷെഡ്യൂൾസ്, പ്രിയാമ്പിൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഒരു സീരീസ് ആയിട്ട് തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൽ പൊളിറ്റിക്ക് കീഴിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒരു ക്ലാരിറ്റി കിട്ടും, ഒരു ധാരണ കിട്ടും. റെഡി? അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കളയണ്ട, നമുക്ക് പാർട്സിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മൾ പാർട്സ് പഠിക്കുന്നത്? നമ്മൾ എല്ലായ്പ്പോഴും ഒരു കോഡിലൂടെയാണ് പഠിക്കാൻ ശ്രമിക്കാറുള്ളത്. നല്ല കോഡ് കിട്ടുമ്പോൾ നമ്മൾ നല്ല കോഡിലൂടെ പഠിക്കും. ഇദ്ദേഹം ആരാ? നമുക്കറിയാം, നമ്മുടെ സ്വന്തം മഹാബലിയാണ്. നമ്മുടെ സ്വന്തം മഹാബലിയെ നാട് കടത്തിയതാണ്. വർഷത്തിലൊരിക്കൽ അദ്ദേഹം നമ്മളെ കാണാൻ വരാറുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ രാജാവായിരുന്നു മഹാബലി എന്ന് വിചാരിക്കുക. അദ്ദേഹം നമ്മളെ കാണാനായിട്ട് വരികയാണ്. പക്ഷെ ഇപ്പോൾ പഴയ പോലെയല്ല. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് മറ്റൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ബോർഡറിൽ അദ്ദേഹത്തിനെ തടഞ്ഞു നിർത്തും.
അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ പറയുമായിരിക്കും അല്ലെ, സമാധാനവാദിയായിരുന്നു അദ്ദേഹം, കള്ളവും ചതിയില്ലാത്ത കാലത്തെ രാജാവാണ്. അദ്ദേഹം പറയുമായിരിക്കും ലൈഫ്സ് ആർ ബീങ് ലോസ്റ്റ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും ജീവൻ നഷ്ടപ്പെടുവാണ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സമാധാനത്തിനായിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇദ്ദേഹം എന്ത് പറയും, ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോർഡറിനെ പ്രൊട്ടക്ട് ചെയ്യണം, ശരിയല്ലേ? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ BSF പട്ടാളക്കാരന് സംശയം വന്നു, അല്ല ഏട്ടാ നിങ്ങൾ ആരാ? കാരണം മൂപ്പർക്ക് മഹാബലിനെ അറിയണമെന്നില്ല. ക്ലിയർ ആണോ? അപ്പോൾ മഹാബലി ഞെട്ടിപ്പോവില്ലേ, എന്നെ ആർക്കും അറിയില്ല. ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്, ഇവർ തമ്മിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോൺവെർസേഷനാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ BSF ജവാൻ ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ്? അദ്ദേഹം പറയുന്നു ഞാൻ മഹാബലിയാണ്, ഞാൻ മഹാബലിയാണ്. ഞാൻ ആരായിരുന്നു? ഒരിക്കൽ ഞാൻ ഈ രാഷ്ട്രത്തിൻ്റെ രാജാവായിരുന്നു. ഈ രാഷ്ട്രം എന്ന് പറയുന്ന ഇന്ത്യയാകുന്ന 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ന് ചേരുന്ന ഈ രാഷ്ട്രത്തിൻ്റെ രാജാവായിരുന്നു ഞാൻ ഒരിക്കൽ. BSF-കാരനപ്പോൾ നോക്കുമ്പോൾ എന്താ, രാജാവാട്ടെ മന്ത്രിയാവട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ? നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ? ഇന്ത്യൻ പൗരനാണോ? അപ്പോൾ മഹാബലി ഞെട്ടില്ലേ? മൂപ്പിലേക്കും ആണെങ്കിൽ എന്താ, ആണെങ്കിൽ പറ ആണെങ്കിൽ എന്താണ് കാര്യം? അപ്പോൾ BSF പറയും ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞല്ല, നിങ്ങൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചില മൗലിക അവകാശങ്ങളുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം മഹാബലി ഇങ്ങനെ ഓർമ്മകളായി ഓർക്കുകയാണ്, എൻ്റെ കാലത്ത് എൻ്റെ രാഷ്ട്രം ജനങ്ങൾക്ക് മൗലിക അവകാശം ഉണ്ടായിരുന്നു, അതുകൂടാതെ ജനക്ഷേമം ഉറപ്പുവരുത്താൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഞാൻ അഴിമതി ഇല്ലാതെ, അല്ലേ, ചില കള്ളപ്പറ ചെറുനാടി ഇതൊക്കെയാണ് പറയാറ്, വേറെ കള്ളത്തരങ്ങളൊന്നുമില്ല. അങ്ങനെ ജനക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ട് ഞാൻ ഭരിച്ചപ്പോൾ അവരുടെ കടമകൾ, മൗലിക കർത്തവ്യങ്ങൾ, അവരുടെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ അവർ ചെയ്തിരുന്നു. അതിലവർ വേറെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ല. അപ്പോൾ കോൺവെർസേഷനൊക്കെ മുന്നോട്ട് വരാം. ആരാണ്? ഞാൻ ഈ രാഷ്ട്രത്തിൻ്റെ രാജാവാണ്, ഇന്ത്യ എന്ന് പറയുന്ന യൂണിയൻ്റെ രാജാവായിരുന്നു ഞാൻ. പൗരനാണോ? പൗരത്വമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൗലിക അവകാശങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു മൗലികാവകാശങ്ങൾ മാത്രമല്ല, എൻ്റെ കാലഘട്ടത്തിൽ അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തിയിരുന്നു, വെൽഫെയർ പോളിസികൾ ഉണ്ടായിരുന്നു, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, എൻ്റെ രാഷ്ട്രത്തിൻ്റെ ചില നയങ്ങളിൽ ഞാൻ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. അങ്ങനെയാകുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരുടെ കടമകൾ ചെയ്തിരുന്നു. അപ്പോൾ BSF തിരിച്ചു വരികയാണ്, രാജാവേ നിങ്ങൾ പേടിക്കണ്ട, അതിന് ഈ ഒരു കാര്യം ചെയ്യാൻ ഇവിടെ കേന്ദ്ര സർക്കാരുണ്ട്, ഇപ്പോൾ തൊട്ട് താഴെ സംസ്ഥാന സർക്കാരുണ്ട്, സംസ്ഥാനങ്ങളാക്കാൻ പറ്റാത്തടത്ത് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഇനി അത് പോരെങ്കിൽ താഴെത്തട്ടിലേക്ക് വരാം. നമുക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും സഹകരണ സംഘങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും റിപ്പീറ്റ് വാല്യുള്ള പാർട്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 1 ഡീൽസ് വിത്ത് ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. ആരാണ്? ഞാൻ മഹാബലിയാണ്. ഞാൻ ഈ രാഷ്ട്രത്തിൻ്റെ രാജാവാകുന്നു. രാഷ്ട്രം ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം, ഇന്ത്യ ഒരു യൂണിയനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 പറയുന്നുണ്ട്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ അഥവാ ഭാരതം എന്ന് പറയുന്നത് ഈ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആകുന്നു. ആ യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവുമാണ് പാർട്ട് 1 പറയുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുക? പാർട്ട് 1 എന്ന് എഴുതുക, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്ന് എഴുതുക. ഏതൊക്കെ ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. നമ്മൾ ആർട്ടിക്കിൾസ് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റെഡിയാണല്ലോ? അപ്പോൾ ഹോംവർക്ക് ചെയ്യാതിരിക്കരുത് കേട്ടോ. പാർട്ട് 1. പാർട്ട് 2 അല്ല, നിങ്ങൾ രാജാവൊക്കെ തന്നെയാ. എന്താ അടുത്ത ചോദ്യം? നിങ്ങൾ പൗരനാണോ? നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ? സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം. സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വമാണ് പാർട്ട് 2. അപ്പോൾ പാർട്ട് 2 സിറ്റിസൺഷിപ്പ്. ആർട്ടിക്കിൾസ് 5 to 11, 5 മുതൽ 11 വരെ. 5 മുതൽ 11 വരെ പറയാമോ? 5 മുതൽ 11 വരെ പറയാമോ എന്നിങ്ങനെ വീണ്ടും ചോദിക്കണ്ട. 5 മുതൽ 11 വരെ ഞാൻ പറയാം, പക്ഷെ ഇപ്പോഴല്ല. ഞാനതൊരു ഈ പറഞ്ഞ പോലെ ഒരു സീരീസ് പോലെ ഞാനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. ആർട്ടിക്കിൾസ്, മേജർ ആർട്ടിക്കിൾസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാനൊരു സീരീസ് പോലെ ചെയ്യാം. അപ്പോൾ അതുവരെയെങ്കിലും നിങ്ങൾ ഹോംവർക്ക് ഒന്ന് ചെയ്യുക കേട്ടോ. റെഡി? അതുവരെയെങ്കിലും നിങ്ങൾ ഈ ഹോംവർക്ക് ഒന്ന് ചെയ്യുക. നമുക്ക് മുന്നോട്ട് പോവാം. പൗരത്വം പാർട്ട് 2. എന്താണ് പാർട്ട് 3 എന്ന് പറയുന്നത്? പാർട്ട് 3 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. നിങ്ങൾ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മൗലിക അവകാശമുണ്ട്. അപ്പോൾ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. അടുത്തതായി ആ കോൺവെർസേഷൻ ഇമാജിൻ ചെയ്തേ. പൗരത്വം, സിറ്റിസൺഷിപ്പ്, പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ആർട്ടിക്കിൾ 12 to 35, 12 മുതൽ 35 വരെ. റെഡി? 12 മുതൽ 35 വരെയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അടുത്തത് എന്താണെന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ?
അദ്ദേഹം തിരിച്ചു പറയുകയാണ് അല്ലേ, അദ്ദേഹം തിരിച്ചു പറയുകയാണ്, എൻ്റെ രാഷ്ട്രം ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ജനങ്ങളുടെ വെൽഫെയർ പോളിസി ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്ന ഒരു വെൽഫെയർ സ്റ്റേറ്റ്, ഒരു ക്ഷേമ രാഷ്ട്രം എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ ശ്രമിക്കുന്ന ആ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അതാണ് അടുത്തത്, അതാണ് പാർട്ട് 4. എന്താ പ്രിൻസിപ്പിൾസ്? ആ പ്രിൻസിപ്പിൾസ് ആണ് പാർട്ട് 4-ൽ പറയുന്ന രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ. രാഷ്ട്രം ഒരു പോളിസി ഫ്രെയിം ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ചില ഡയറക്ഷൻസ്. എന്താ അത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനം എന്നല്ല കേട്ടോ, അങ്ങനെയല്ല കേട്ടോ അർത്ഥം, രാഷ്ട്രം എന്നാണ് അർത്ഥം. രാഷ്ട്രത്തിനകത്ത് കേന്ദ്രവും സംസ്ഥാനവും ഈ പറയുന്ന പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് അങ്ങനത്തെ കമ്പനികളെല്ലാം വരും. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ് എന്ന് വിചാരിക്കരുത്, ഇവിടെ സ്റ്റേറ്റ് എന്ന് വിചാരിക്കരുത്. അപ്പോൾ ക്ഷേമം ഉറപ്പുവരുത്തുക. ക്ഷേമം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അവരവരുടെ ഡ്യൂട്ടി ചെയ്തോളും എന്ന് മഹാബലി പറഞ്ഞു. അവരവരുടെ കടമകൾ, കർത്തവ്യങ്ങൾ ചെയ്തുകൊള്ളും. മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇവിടെ തെറ്റുവരുത്തരുത്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ ഒറിജിനലി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നൊരു പോർഷൻ ഉണ്ടായിരുന്നില്ല. പാർട്ട് 4 കഴിഞ്ഞ് പാർട്ട് 5 എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. പിൽക്കാലത്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A, അതിന് കീഴിൽ വരുന്ന 11 കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ ഒറിജിനലി ഇല്ലാതിരുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4-നെ അമെൻഡ് ചെയ്ത് പാർട്ട് 4A എഴുതി ചേർത്ത് ആഡ് ചെയ്യുകയായിരുന്നു. അതിനർത്ഥം ഇറ്റ് വാസ് ഇൻസർട്ടഡ് ത്രൂ ആൻ അമെൻമെന്റ് അല്ലേ. ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് കൊണ്ടുവന്നത്. ആ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏത് പ്രധാനമന്ത്രിയുടെ കാലമാണ്? ആ കാര്യം നിങ്ങൾ പറഞ്ഞാൽ റെഡി. ഒരു കാര്യം കൂടെ പറയാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 11 ഉണ്ടല്ലോ, അതിൽ 2 ഭരണഘടനാ ഭേദഗതികളുണ്ട്. ആദ്യത്തെ 10 കൊണ്ടുവന്നത് ഒരു അമെൻമെന്റ് ആണ്, 11ാമത്തെ കൊണ്ടുവന്ന മറ്റൊന്നാണ്. ഈ 2 അമെൻമെന്റ് ഏതാണെന്ന് കമന്റ് ആയിട്ട് പറയുക. ഇപ്പൊ 2 അമെൻമെന്റും കൊണ്ടുവന്ന പ്രധാനമന്ത്രി, ഓക്കെ, പ്രധാനമന്ത്രിമാരും റെഡി. അപ്പൊ നമുക്ക് നമ്മുടെ കോഡിലേക്ക് വരാം. ഒന്നുകൂടെ കഥയിലേക്ക് പോകാം. ആരാണ് മഹാബലി? രാഷ്ട്രത്തിന്റെ രാജാവായിരുന്നു. രാഷ്ട്രം അതാണ് യൂണിയൻ ടെറിട്ടറീസ്. മൂപ്പരിക്കും പൗരനാണ്, പൗരത്വം, സിറ്റിസൺഷിപ്പ്. അപ്പോൾ ആണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. എൻ്റെ നാട്ടിൽ ക്ഷേമം ഉറപ്പുവരുത്തിയിരുന്നു, വെൽഫെയർ ഉറപ്പുവരുത്തിയിരുന്നു. DPSP പാർട്ട് 4 DPSP. അങ്ങനെ ചെയ്യുമ്പോൾ ജനങ്ങൾ അവരുടെ കടമകൾ കൃത്യമായി ചെയ്തിരുന്നു. മൗലിക കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതാണ് പാർട്ട് 4A. അപ്പൊ അദ്ദേഹം തിരിച്ചു പറയുന്ന, രാജാവെ നിങ്ങൾ പേടിക്കണ്ട, അത് ചെയ്യാനായി നമുക്കൊരു കേന്ദ്ര സർക്കാരുണ്ട്. കേന്ദ്രതലത്തിൽ നമുക്കൊരു കേന്ദ്ര സർക്കാരുണ്ട്. അതാണ് പാർട്ട് 5 യൂണിയൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ പാർട്ട് 3 കഴിഞ്ഞു, പാർട്ട് 4 കഴിഞ്ഞു, പാർട്ട് 4A കഴിഞ്ഞു, പാർട്ട് 5 യൂണിയൻ, 52 to 151. ഈ ആർട്ടിക്കിൾസ് ഒക്കെ കുറച്ച് നമുക്ക് ഏകദേശം ഒരു പാർട്ട് 10 വരെയുള്ള ആർട്ടിക്കിൾസ് എങ്കിലും നമുക്ക് ആ ഒരു ഓർഡർ അറിഞ്ഞിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അവൻ പറഞ്ഞ ടേബിൾ എഴുതി വെച്ചിട്ട് തന്നെ പിന്നെ വായിക്കുക. നമ്മൾ മുന്നോട്ട് മേജർ ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് യൂണിയൻ ഗവൺമെന്റ്. അപ്പോൾ കേന്ദ്ര തലത്തിൽ യൂണിയൻ ഉണ്ട്. പിന്നെ ആരോ ഉള്ളേ? മൂപ്പര് പറഞ്ഞ ഓർമ്മയുണ്ടോ? പിന്നെ ആരോ ഉള്ളേ? പിന്നെ നമുക്കുള്ളത് തൊട്ട് താഴെ സംസ്ഥാന സർക്കാരുണ്ടെന്നേ, പാർട്ട് 6 സ്റ്റേറ്റ്സ്. പിന്നെ നമുക്ക് ആരോ ഉള്ളേ? പിന്നെ നമുക്കുള്ളത് തൊട്ട് താഴെ സംസ്ഥാനമാക്കാൻ പറ്റാത്തത് യൂണിയൻ ടെറിട്ടറീസ്, പാർട്ട് 8. അപ്പോൾ കേന്ദ്രം, സംസ്ഥാനം, യൂണിയൻ ടെറിട്ടറി എന്ന് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പാർട്ട് 5 ആണ് കേന്ദ്രം, പാർട്ട് 6 ആണ് സ്റ്റേറ്റ്സ്. അങ്ങനെയാണെങ്കിൽ പാർട്ട് 7 അല്ലേ യൂണിയൻ ടെറിട്ടറീസ് വരില്ലേ? ഇവിടെ അതല്ല വരുന്നത്, ഇവിടെ വരുന്നത് പാർട്ട് 8 ആണ്. അപ്പോൾ പാർട്ട് 7 എന്താ സംഭവിച്ചത്? ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ബാക്കി നമുക്ക് നമ്മുടെ കോഡിലൂടെ അങ്ങ് കിട്ടും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. പാർട്ട് 7 ഇല്ല. പാർട്ട് 7 വാസ് ഒമിറ്റഡ് എന്ന് പറയുമ്പോൾ അതിനെ എടുത്തു കളഞ്ഞു. ഇറ്റ് വാസ് റിപ്പീൽഡ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും എടുത്തു കളഞ്ഞു. നമുക്കൊരു കാര്യം അറിയാം, ഇന്ത്യൻ ഭരണഘടന 1950 നിലയിൽ വന്നിരുന്നത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലയിൽ വന്നപ്പോഴുള്ള ആ സംസ്ഥാനങ്ങളുടെ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ്ലി മാറുന്നുണ്ട്. എപ്പോഴാണ് മാറുന്നത്? 1956. സുഹൃത്തെ, 1956 സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് വരുന്നു. ഓർമ്മയുണ്ടോ? സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് 1956. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച ആ നിയമം. കേരളം, കർണാടക പോലുള്ള പുതിയ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. കേരളപ്പിറവി എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ആ 1956 അതുവരെയുള്ള സംസ്ഥാനങ്ങളുടെ ഒരു സ്ട്രക്ചർ മാറുന്നു. അപ്പോൾ പാർട്ട് B എന്ന് പറഞ്ഞിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടെറിട്ടറീസ്, അതിൻ്റെ ആവശ്യകത ഒഴിവാകുന്നു, അതിനെ എടുത്തു കളയുന്നു. പാർട്ട് 7 റിമൂവ് ചെയ്ത അമെൻമെന്റ് ഏതാണെന്ന് പറയുക.
പാർട്ട് 7 റിമൂവ് ചെയ്ത അമെൻമെന്റ് ഏതാണെന്ന് പറയുക. 1956 പാസ്സാക്കിയ ആ അമെൻമെന്റ് ഏതാണെന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആണോ? പാർട്ട് 7 ഇല്ല, പാർട്ട് 8 ആണ് യൂണിയൻ ടെറിട്ടറീസ്. എന്നിട്ട് എന്താ അദ്ദേഹം പറയുന്നത്? യൂണിയന് കീഴിൽ വരുന്ന യൂണിയൻ ടെറിട്ടറീസ് കഴിഞ്ഞു. ഇനി അത് പോരാ, രാജാവിന് തോന്നുകയാണ് കുറെ കൂടെ താഴെ തട്ടിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം. അങ്ങനെ തോന്നുകയാണെങ്കിൽ നമുക്ക് പാർട്ട് 9 പഞ്ചായത്ത് ഉണ്ട്, ഗ്രാമങ്ങളിൽ. വേണമെങ്കിൽ തൊട്ട് താഴെ നമുക്ക് മുനിസിപ്പാലിറ്റി ഉണ്ട്, പാർട്ട് 9A ആണ്. നമുക്കറിയാം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും പിൽക്കാലത്ത് ആഡ് ചെയ്താണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പാർട്ട് 9 ഒറിജിനൽ കണ്ടന്റ് വേറെയായിരുന്നു. ഓക്കെ, ആ പാർട്ട് 9 പിന്നീട് റിമൂവ് ചെയ്താണ്. റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് പഞ്ചായത്ത് കൂട്ടിച്ചേർത്തു, പഞ്ചായത്തിന്റെ കൂടെ മുനിസിപ്പാലിറ്റി കൂട്ടിച്ചേർക്കുന്നു, പാർട്ട് 9A. അപ്പൊ ഇതും നിങ്ങൾ ഉത്തരം പറയണം. എന്താണ് പാർട്ട് 9A കൊണ്ടുവന്ന അമെൻമെന്റ് ഏതാണ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വായിലേക്ക് ആദ്യം വരുന്ന അമെൻമെന്റാണ്. അപ്പൊ പഞ്ചായത്ത് ഉണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്. ഇത് രണ്ടും പോരെങ്കിൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് സഹകരണ സംഘങ്ങളുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പാർട്ട് 9B, ക്യാപിറ്റൽ B. അപ്പൊ നിങ്ങൾക്ക് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന അറിയാം. പാർട്ട് 9B ആഡ് ചെയ്ത അമെൻമെന്റ് ഏതാണെന്ന് പറയുക. അപ്പൊ ഒരിക്കൽ കൂടെ ഞാൻ ഓടിച്ചു പറഞ്ഞിട്ട് ബാക്കിയുള്ള പാർട്സിലേക്ക് പോവാം. നമ്മുടെ കഥ എന്തായിരുന്നു? ആരാണ്? ഞാൻ ഒരിക്കൽ ഈ രാഷ്ട്രത്തിന്റെ രാജാവായിരുന്നു. യൂണിയൻ ആൻഡ് ടെറിട്ടറീസ്, പാർട്ട് 1. പൗരനാണോ? പൗരത്വം, പാർട്ട് 2. സിറ്റിസൺഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് മൗലിക അവകാശങ്ങളുണ്ട്, പാർട്ട് 3. ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓഹോ, ഞാൻ രാജാവായിരുന്ന സമയത്ത് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുമായിരുന്നു. ക്ഷേമം, വെൽഫെയർ പോളിസീസ്, DPSPs, അതാണ് പാർട്ട് 4ലേക്ക് വരുന്നത്. അപ്പൊ അവരുടെ മൗലിക കടമകൾ തനിയെ ചെയ്തുകൊള്ളും, പാർട്ട് 4A, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. രാജാവെ പേടിക്കണ്ട, ഈ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഏറ്റവും ടോപ്പ് ലെവലിൽ കേന്ദ്രമുണ്ട്, പാർട്ട് 5 യൂണിയൻ. തൊട്ട് താഴെ പാർട്ട് 6 സംസ്ഥാനങ്ങൾ. തൊട്ട് താഴെ പാർട്ട് 7 അല്ല, പാർട്ട് 7 റിമൂവ് ചെയ്തു, റിപ്പീൽ ചെയ്തു, ഒമിറ്റ് ചെയ്തു, എന്ത് വേണമെങ്കിലും പറയാം, എടുത്തു കളഞ്ഞു. ഇന്നത് പാർട്ട് 8 ആണ്, കേന്ദ്രഭരണ പ്രദേശം. പോരെങ്കിൽ താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അതല്ല ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നല്ല നമ്മൾ പറയുന്നത്, ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസി എന്നല്ല നമ്മൾ പറയുന്നത്. താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പഞ്ചായത്ത് ഉണ്ട്, പാർട്ട് 9. മുനിസിപ്പാലിറ്റി ഉണ്ട്, പാർട്ട് 9B. സഹകരണ സംഘങ്ങൾ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, പാർട്ട് 9B. അപ്പൊ ഇതുവരെയുള്ള നമ്മുടെ പാർട്സ് ആണ് നമ്മൾ ഈ ഒരു മഹാബലി കഥയിലൂടെ പഠിക്കുന്നത്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ചില മിസലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, പാർട്ട് 10 ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് ഏരിയാസ്, ട്രൈബൽ ഏരിയാസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് ആണ്. ഷെഡ്യൂൾഡ് ഏരിയാസ്, ട്രൈബൽ ഏരിയാസ്. റെഡി? അതുപോലെ തന്നെയാണ് പാർട്ട് 15 തിരഞ്ഞെടുപ്പുകളെ പറ്റിയാണ്. തിരഞ്ഞെടുപ്പ്, ഇന്ത്യയിലെ ഇലക്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി പറയുന്നതാണ് പാർട്ട് 15. അടുത്തതാണ് 15 17 ഒഫീഷ്യൽ ലാംഗ്വേജ്. ഈ 3 എണ്ണത്തിനും ഞാൻ സത്യമാണെങ്കിൽ സത്യം പറയാം, നുണമാണെങ്കിൽ നുണ പറയാം. ഈ 3 എണ്ണത്തിന് എനിക്ക് നല്ലൊരു കോഡ് കിട്ടിയില്ല. പാർട്ട് 10 ഷെഡ്യൂൾഡ് ഏരിയാസ്, ട്രൈബൽ ഏരിയാസുമായിട്ട് ബന്ധപ്പെടുന്ന കോഡ് എനിക്ക് കിട്ടിയില്ല. അതുപോലെ പാർട്ട് 15 ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടുന്ന കോഡ് എനിക്ക് കിട്ടിയില്ല. പാർട്ട് 17 ഒഫീഷ്യൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെടുന്ന കോഡ് എനിക്ക് കിട്ടിയില്ല. ഞാൻ തന്നെയും പിന്നെ പറയുന്നതുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ അറിയാം, അതല്ലാതെ എൻ്റെ നല്ല കോഡില്ല. ഇതാണ് സത്യം. ഇനി വേണമെങ്കിൽ നുണ പറയാം. ഇത്രയും ഞാൻ പറഞ്ഞു തന്നല്ലോ, അതുകൊണ്ട് ഈ 3 എണ്ണത്തിൻ്റെ കോഡ് നിങ്ങൾ ഉണ്ടാക്കുക. നല്ല കോഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമോ ഞാൻ നോക്കട്ടെ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിതിൻ്റെ കോഡ് കിട്ടിയിട്ടില്ല. നിങ്ങൾ പറയുന്ന കോഡിൽ നിന്നും ഏറ്റവും നല്ല കോഡ് നമുക്ക് പിൻ ചെയ്ത് വയ്ക്കാം. അത് നമുക്ക് ഇനി അങ്ങോട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. റെഡി? ഇത്രയും ക്ലിയർ ആയല്ലോ? ഇതിൽ മാത്രമല്ല കേട്ടോ നമ്മൾ ഒതുക്കുന്നത്. നമുക്ക് വീണ്ടും പരീക്ഷയ്ക്ക് വരുന്ന 2 ഭാഗങ്ങളും കൂടെ ഉണ്ട്. ബാക്കിയൊക്കെ വളരെ, ഇപ്പം എന്നോട് നിങ്ങൾക്ക് ചോദിക്കാം, പാർട്ട് 14 ട്രൈബ്യൂണൽ ചോദിച്ചു കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഇല്ല എന്നല്ല. അത് പക്ഷെ വളരെ റെയറാണ്. ഏറ്റവും റിപ്പീറ്റീവ് ആയിട്ടുള്ള പാർട്സാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 18. റെഡി? ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 18 എന്താ? എമർജൻസി പ്രൊവിഷൻസ്, അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ. ആ ആർട്ടിക്കിൾ നമുക്കറിയാം. നമ്മൾ ആർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആർട്ടിക്കിൾ 352, 356, 360. നാഷണൽ എമർജൻസി, പ്രസിഡന്റ് ഭരണം അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. ഈ കാര്യങ്ങൾ വരുന്നത് പാർട്ട് 18 ഇതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രസിഡന്റ് ഭരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉപയോഗിക്കാവുന്ന കാര്യമില്ല. പഠിച്ച പണി 18 നോക്കിയിട്ട് നടന്നില്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ഉപയോഗിക്കേണ്ടത്. പഠിച്ച പണി 18 അടവ് പയറ്റിക്കഴിഞ്ഞാൽ നടന്നില്ലെങ്കിൽ നിങ്ങൾ കൂടിക്കടന്ന് ഉപയോഗിക്കുക. എങ്ങനെ വേണമെങ്കിലും 18 അടവെന്നോ പഠിച്ച പണി 18 നിങ്ങൾ ആലോചിക്കുക. 15 3 18. 18ാമത്തേതാണ് അടിയന്തരാവസ്ഥ. റെഡിയാണോ? 18ാമത്തെ അടവ് എന്ന് വിചാരിച്ചോളുക.
അടുത്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 20. പാർട്ട് 20 10. അപ്പോൾ എനിക്കിങ്ങനെ 10 ഇവിടെ എഴുതാം, 10 ഇവിടെ എഴുതാം. കാരണം എന്താ, ഞാൻ ഇതിനിങ്ങനെ ഭേദഗതി ചെയ്തു അല്ലേ. 9 എന്നൊരു സാധനം ഉണ്ടോ? ഇല്ല. 10 അതാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ യുണീക്കായിട്ടുള്ള സാധനമാണ്. 10 അവിടെയും ഇവിടെയും ഒരുപോലെ. കാരണം എന്താ, ഞാൻ അതിനിങ്ങനെ ഭേദഗതി ചെയ്തു. അതാണ് പാർട്ട് 20 എന്ന് പറയുന്നത്. എന്താ പാർട്ട് 20 എന്ന് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി. പാർട്ട് 20 ഒരൊറ്റ ആർട്ടിക്കിളേ ഉള്ളൂ. അതാണ് ആർട്ടിക്കിൾ 368. Article 368 deals with the power of the Parliament to amend the Constitution of India. ഇന്ത്യൻ ഭരണഘടന 106 തവണ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട ഭേദഗതികളൊക്കെ നമ്മൾ പലതവണ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളതാണ്. ഈ 106 ഭരണഘടനാ ഭേദഗതികൾ നടത്തുന്നത് എങ്ങനെയാണ്? ആർട്ടിക്കിൾ 368 വഴിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ആർട്ടിക്കിൾ 368 വരുന്ന എവിടെയാണ്? പാർട്ട് 20 10 ഭേദഗതി ചെയ്തു, മാറ്റി എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ഈ കോഡിലൂടെ പഠിച്ചു. നിങ്ങൾ ഈ ഹോംവർക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഞാൻ പറയാത്ത ചില ഭാഗങ്ങളുണ്ടല്ലോ. ഇപ്പോൾ 11, 12, 13 ഞാൻ അങ്ങനെ ചോദിച്ചധികം കണ്ടിട്ടില്ല. ഓക്കെ, 14A ട്രൈബ്യൂണൽസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, 16 കണ്ടിട്ടില്ല, 17A ഞാൻ പറഞ്ഞു, 19, 20 ഇപ്പം ഞാൻ പറഞ്ഞു, 21, 22 അതൊന്നും അങ്ങനെ കാണാത്തത് കൊണ്ടാണ് ഞാൻ ചർച്ച ചെയ്യാത്തത്. ഇത്രയും ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 90% പാർട്സും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. മിസ്സലേനിയസ് ആയിട്ട് വേറെ ചോദിക്കില്ല എന്നല്ല, പക്ഷെ അത് പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിക്കരുതെന്ന് ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടാതെ എക്സ്ട്രാ പഠിക്കാം. അപ്പോൾ ഇത്രയുമാണ് മേജർ പാർട്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കോഡ് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഓരോ വീഡിയോ കഴിയുമ്പോഴും കഴിയുന്നത്ര നിങ്ങളുടെ വീഡിയോയെ പറ്റിയുള്ള ഫീഡ്ബാക്ക് കമൻ്റായിട്ട് പറയാൻ ശ്രമിക്കുക. പുതിയതായിട്ട് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു പറയാം. ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് പറയാം. ഇനി എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതും പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പ്. ജോയിൻ ചെയ്യാം. ഡെയിലി GK പോളുകളും കറണ്ട് അഫയേഴ്സ് പോളുകളും ഗ്രൂപ്പിൽ പോകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ, ഒരു ദിവസത്തെ ടോപ്പിക്കുകൾ നമ്മൾ ആ ദിവസം രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് വായിക്കാം. അതിനെ ബേസ് ചെയ്ത് പോളുകൾ ഉണ്ടാവും. റെഡിയാണോ? അപ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്ത് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ജോയിൻ ചെയ്യാം. പേര് വേറൊന്നുമല്ല, GK സിംപ്ലിഫൈഡ് എന്നാണ്. അപ്പോൾ നമ്മുടെ പൊളിറ്റിയുടെ സീരീസിലെ ആദ്യ വീഡിയോ ആണത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഏതാണ് മേജർ ഷെഡ്യൂൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വീണ്ടും കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. ബൈ.